അടുത്ത വാർത്ത എന്ന് പറയുന്നത് പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക് എല്ലാം സ്വരൂപിച്ച് അത് മാറ്റുന്നൊരു പ്രകൃതി, അതുപോലെ തന്നെ കാടുകളിലും ചോലകളിലും കണ്ടുവരുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മദ്യക്കുപ്പികളും എല്ലാം പെറുക്കി അത് മാലിന്യ സംസ്കരണശാലയിലേക്ക് മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് വിവിധ സംഘടനകൾ സംയുക്തമായി നടത്തിയ വാർത്തയിലേക്കാണ്. കൊല്ലങ്കോട് സീതാർകുണ്ടിന്റെ പരിസ്ഥിതി നാശത്തിന് കാരണമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, മദ്യക്കുപ്പികൾ തുടങ്ങിയവയുടെ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കൊല്ലങ്കോട് ആശ്രയം റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി, ആശ്രയം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ ഇക്കോ ക്ലബ്, ഗൂഞ്ച് പാലക്കാട്, നെന്മാറ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി, എവർഗ്രീൻ ഫാർമേഴ്സ് ബെനിഫിറ്റ് സൊസൈറ്റി എന്നിവ സംയുക്തമായാണ് സന്നദ്ധ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. നെന്മാറ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി കോർഡിനേറ്റർ അനൂപ് ചന്ദ്രൻ, ആശ്രയം സൊസൈറ്റി പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ, WPSI പ്രൊജക്ട് ഓഫീസർ S ഗുരുവായൂരപ്പൻ, എവർഗ്രീൻ ഫാർമേഴ്സ് ക്ലബ് കോർഡിനേറ്റർ നെന്മേനി ഉദയപ്രകാശ്, കൊല്ലങ്കോട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ, ആശ്രയം കോളേജ് അധ്യാപക കോർഡിനേറ്റർമാർ എന്നിവർ ബോധവൽക്കരണങ്ങൾക്കും വിവിധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. വടകര MES കോളേജ്, ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ്, അങ്കമാലി ഇഗ്നോ പഠനകേന്ദ്രം, ഡീപോൾ ക്യാമ്പസ് എന്നിവിടങ്ങളിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് പ്രവർത്തനം സംഘടിപ്പിച്ചത്. 25 ചാക്കുകളിലായി ഏകദേശം 1.5 ടൺ മാലിന്യമാണ് 5 ഗ്രൂപ്പുകളിലായി 50ഓളം വരുന്ന അംഗങ്ങൾ ശേഖരിച്ചത്. നിരോധിത മേഖലയാണെങ്കിലും ദിവസേന നിരവധി ആളുകളാണ് സീതാർകുണ്ട് വനമേഖലയിലേക്ക് വരികയും വനനശീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഇത് നിയന്ത്രിക്കുന്നതിന് പൊതുജന ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് കർഷക കൂട്ടായ്മ ജൈവ ഭക്ഷണവും നൽകി. പശ്ചിമഘട്ട സംരക്ഷണ ഗാനം പാടിയാണ് പരിപാടി സമാപിച്ചത്. സംരക്ഷിക്കാം സംരക്ഷിക്കാം പശ്ചിമഘട്ടം സംരക്ഷിക്കാം, ആനയും പോത്തും നമുക്ക് വേണ്ടി, ആനയും പോത്തും നമുക്ക് വേണ്ടി, കരടിയും പുലിയും നമുക്ക് വേണ്ടി, കരടിയും പുലിയും നമുക്ക് വേണ്ടി. വനം വകുപ്പുമായി സഹകരിച്ച തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. നിരോധിത മേഖലയാണെങ്കിലും സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഒട്ടനവധി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ്. വരുന്ന ടൂറിസ്റ്റുകളാവട്ടെ ഇവിടെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും അതോടൊപ്പം തന്നെ മദ്യക്കുപ്പികളും അവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന മാലിന്യങ്ങളെ മുഴുവനും പൂർണ്ണമായിട്ടും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഏകദേശം ഒരു 1.5 ടണ്ണോളം വരുന്ന മാലിന്യങ്ങൾ ഇവിടുന്ന് ഇന്ന് ശേഖരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും ആശ്രയം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പശ്ചിമഘട്ട വനമേഖലയുടെ സംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണ് സീതാർകുണ്ട് എന്ന് പറയുന്ന നെല്ലിയാമ്പതിയുടെ താഴ്വര. ഇവിടെ നമ്മുടെ കാട്ടുപോത്ത്, ആന, അതുപോലെയുള്ള ടൈഗർ, ലെപ്പേർഡ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി ജീവജാലങ്ങൾ ഉള്ളൊരു സ്ഥലം കൂടിയാണ്. പക്ഷേ യാതൊരു സുരക്ഷയും ഇവിടെ ആളുകൾ പാലിക്കാതെയാണ് കാട്ടിലേക്ക് കയറി പോകുന്നത്. എന്തായാലും പ്രകൃതി സ്നേഹത്തോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് മാതൃക കൂടിയാണ് പ്രകൃതി എങ്ങനെ രക്ഷിക്കാമെന്നുള്ളത്. അടുത്ത വാർത്തയിലേക്ക്. ഉത്സവ കച്ചവടക്കാർ